നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ്. ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയായ സംസ്ഥാനത്തെ ജനസാന്ദ്രതയുടെ ശരാശരി. ഭാവിയിൽ കേരളത്തിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു 20 കൊല്ലം മുന്നിൽ കണ്ടുകൊണ്ട് 2044 വരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേയേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിനോട് വളരെ പോസിറ്റീവായ സമീപനമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. നൽകിയ പ്ലാനുകളെല്ലാം അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട് എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ദേശീയപാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. ന്യൂഡൽഹി അക്ബർ റോഡിലുള്ള റെസിഡൻഷ്യൽ ഓഫീസിലാണ് വിശദമായ കൂടിക്കാഴ്ച നടന്നത്. കേരളത്തിന്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ സമീപനമാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചതെന്ന് മന്ത്രി റിയാസ് വ്യക്തമാക്കുന്നുണ്ട്. ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്ത വകയിൽ കേരളം മുടക്കിയ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച ചെയ്യാമെന്നും നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയിരുന്നു. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ അനുബന്ധ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 6000 കോടിയോളം രൂപ കേരളം ചെലവഴിച്ചിട്ടുണ്ട്. മിക്ക സംസ്ഥാനങ്ങളും ദേശീയപാത വികസനത്തിന് പണം സംഭാവന ചെയ്യാത്തപ്പോഴാണ് ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കിയാൽ കേരളത്തിന് കൂടുതൽ പണം വിനിയോഗിക്കാൻ കഴിയുമെന്നും ബ്രിട്ടാസ് രാജ്യസഭയിൽ വ്യക്തമാക്കി. തന്റെ വകുപ്പുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും നല്ല ആശയം എന്ന നിലയ്ക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച ചെയ്യാമെന്ന് ഗഡ്കരി വ്യക്തമാക്കിയത്. ദേശീയപാത വികസനത്തിനും അനുബന്ധ ഭൂമി ഏറ്റെടുക്കലിനും കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ഗഡ്കരി അഭിപ്രായപ്പെട്ടു. അതേസമയം 80% കൂടുതൽ നിർമ്മാണ പുരോഗതി കൈവരിച്ച തലപ്പാടി ചെങ്കള കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര വളാഞ്ചേരി കാപ്പിരിക്കാട് സ്ട്രക്ചറുകൾ മാർച്ച് 31-ന് പൂർത്തീകരിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ദേശീയപാത 66-ന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.